നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് സുവിദേവ് സിയാൻ. മടമ മെയിലാൻ ഹൈസ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങളായി പഞ്ചായത്തിലെ പെരിങ്ങോന്ന് പാടശേഖരത്തിലാണ്. മണ്ണയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ശ്രീ പ്രദീപ് എന്ന കർഷകനാണ് നമ്മുടെ കൂടെയുള്ളത്. വിവിധതരം കൃഷി രീതികളെക്കുറിച്ച് നമുക്ക് പ്രദീപേട്ടനോട് ചോദിച്ചറിയാം. ഹായ് പ്രദീപേട്ട, നമ്മുടെ വയലിൽ എന്തൊക്കെ നെൽവിത്തുകളാണ് കൃഷി ചെയ്യുന്നത്? നമ്മുടെ വയലിൽ ഇപ്പം 6 ഇനം നെൽവിത്തുകൾ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അതിൽ പരമ്പരാഗത നെൽകൃഷി എന്ന് പറയുന്നത് മുണ്ടവൻ എന്ന നെല്ലാണ്. അതുപോലെ അത് പുരാതന കാലഘട്ടങ്ങളിലെ ഉള്ള നെല്ലാണ്. പിന്നെ അക്ഷയ, ജയ, ജ്യോതി, നമ്പ്യാർ വട്ടം. അതിൽ അക്ഷയ എന്ന നെല്ലും അതുപോലെ കുറുകുഞ്ഞി എന്ന വിത്തും ഇപ്പം വെറൈറ്റി ആയിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തായിട്ട് വികസിപ്പിച്ചെടുത്ത നെല്ലുകളാണ്. പ്രദീപേട്ടൻ കൃഷി തുടങ്ങിയിട്ട് എത്ര കാലമായി? പ്രദീപേട്ടൻ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തോളമായി. എത്ര തവണ കൃഷി ഇറക്കുന്നുണ്ട്? നമ്മുടെ വയലിൽ 2 തവണ കൃഷി ഇറക്കുന്നുണ്ട്. അതിന് 1ാം വിള എന്നും 2ാം വിള എന്നും പേര് നൽകുന്നു. ഒന്നാം വിളക്ക് ഉപയോഗിക്കുന്ന നെൽവിത്ത് ഏതാണ്? 1ാം വിളക്ക് അക്ഷയ, ഉമ, ജ്യോതി എന്നിവയെല്ലാം 1ാം വിളക്ക് വളരെ നല്ലതാണ്. 2ാം വിള നെൽകൃഷി ഇല്ലെങ്കിൽ ഈ വയലിൽ എന്തൊക്കെ കൃഷി ചെയ്യാം? 2ാം വിള നെൽകൃഷി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് സാധിക്കാതിരിക്കാൻ പ്രധാന കാരണം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉഴുന്ന്, പയർ, വമ്പയർ, ചെറുപയർ, അതുപോലെ പച്ചക്കറികൾ, കപ്പ, ഇത്തരം കൃഷികളെല്ലാം നമ്മുടെ ഈ വയലിൽ ചെയ്യുന്നുണ്ട്. ജൈവികമായ എന്തൊക്കെ കീടനാശിനി പ്രയോഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ജൈവികമായി കീടനാശിനി എന്ന് പറയുന്നത് അടിവളമായിട്ട്, അതായത് വിത്തിടുമ്പോൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പും പിണ്ണാക്കും, അതുപോലെ സ്യൂഡോമോണസ്, ട്രൈക്കോഡാമ എന്ന തുടങ്ങിയ ജീവാണു വളങ്ങളാണ് അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ കുമ്മായം വളരെ അത്യാവശ്യമുള്ളതാണ്. കുമ്മായം അതുപോലെ ചെടികൾക്ക് ആവശ്യമായ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതലായും ചെയ്യുന്നത് വില കുറഞ്ഞതും അതുപോലെ നമുക്കെല്ലാവർക്കും കൃഷിയെ സംരക്ഷിക്കാനും കഴിയുന്ന നമ്മളെ ഗ്രീസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് പ്രാണികളെല്ലാം അതിൽ വന്ന് പറ്റി അപ്പോൾ നശിക്കുന്ന ഒരു സംവിധാനമാണ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഫെറമോൺ ട്രാപ്പ്, നമ്മളെ പച്ചക്കറിക്ക് വരുന്ന കീടങ്ങൾ കായ്കൾ നശിപ്പിക്കുന്നതിന് വരുന്നത് അവരെ കൂട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ഫെറമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കായും കൂടും കൂടിയില്ലേ അത് നമുക്ക് കിട്ടും, ഭാഗം കടയിൽ നിന്ന് കിട്ടും. അതിന് 50 രൂപയാണ് വിലയുണ്ടാകുക തോന്നും. എങ്ങനെയാണ്, ഏത് മാസത്തിലാണ് സാധാരണയായി വാഴകൾ നടുന്നത്? എത്ര മാസം കൊണ്ട് വിളവെടുക്കാം? വാഴ കൃഷി നമ്മുടെ ഈ നാട്ടിൽ പൊതുവെ വയലുകളിലും അതുപോലെ തോട്ടങ്ങളിലുമാണ് കൃഷി ഇറക്കുന്നത്. ചിങ്ങമാസത്തിലാണ് നമ്മുടെ ഇവിടെ വാഴ കൃഷിക്ക് ഏറ്റവും നടാൻ പറ്റിയ സമയം. കാരണം മലവെള്ളം താണ് പുതിയ മണ്ണ് വന്ന് അവിടെ വിളവിറക്കുമ്പോൾ അതിന് നല്ല വളർച്ച സാഹചര്യമുണ്ട്. അതാണ് അത് വാഴ നടുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ 9 മാസമാകുമ്പോഴേക്ക് നമുക്ക് വാഴ കൊത്താൻ കഴിയും. വാഴ കൊത്തുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കിട്ടും. ചെങ്ങളായി കൃഷിഭവനിൽ നിന്ന് കർഷകന് ആവശ്യമായ എന്തൊക്കെ സഹായങ്ങൾ കിട്ടും? ചെങ്ങളായി കൃഷിഭവനിൽ നിന്നും കർഷകർക്ക്, അതായത് ഒരു നെൽകൃഷിക്കാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്ത് സബ്സിഡി എന്ന നിലയിൽ ഗവൺമെൻറ് 1 സെൻറ്റിന് 100 രൂപ വെച്ച് ഇന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചുരുങ്ങിയ പൈസക്ക് കുമ്മായം കൊടുക്കുന്നുണ്ട്, വിത്തുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കുന്നതിന് കർഷകർക്ക് അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ സ്ഥല ഉടമക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇത് സാധാരണ കർഷകർ ഒന്നും അറിയാതെയാണ്, എന്നാലും എല്ലാ കർഷകർക്കും ഇപ്പം ലഭിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മുടെ വയൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങൾ വരാറുണ്ടോ? ഏതൊക്കെയാണത്? നമ്മുടെ പ്രദേശത്തെ കാട്ടുമൃഗങ്ങളെ ശല്യം വളരെ രൂക്ഷമാണ്. അതിൽ വളരെയധികം ശല്യം ചെയ്യുന്നത് ഒന്ന് വിള നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ, അതുപോലെ ചെറിയ അടക്കാപ്പക്ഷി എന്ന് പറയുന്ന പക്ഷികൾ, നെൽക്കതിർ നശിപ്പിക്കുന്ന കിളികൾ, അങ്ങനെ നിരവധി ശല്യം ചെയ്യുന്ന കാട്ടുമൃഗങ്ങളും കാട്ടുപക്ഷികളും ഉണ്ട്. അതിനെ ഗവൺമെൻറ് എന്ന രീതിയിൽ വിള നശിപ്പിക്കുന്നതിന് വിള ഇൻഷുറൻസ് സംവിധാനമാണ് നമ്മുടെ
കൃഷിക്കാർക്കുള്ളത്. അതായത് ഒരു സെൻറ്റിന് ചെറിയ പൈസ വെച്ച് അടച്ചാൽ അതിന് നഷ്ടത്തിൻ്റെ ഒരു പരിധി വരെ സാമ്പത്തിക സഹായം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആവശ്യത്തിന് പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണോ പലരും കൃഷി ചെയ്യാൻ മടിക്കുന്നത്? പണിക്കാരെ കിട്ടാത്തത് കൊണ്ട് എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നാട്ടിൻപുറത്തെ തൊഴിലാളികളായിട്ട് ഇന്ന് ആരും തന്നെ തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങുന്നില്ല, ഒന്നത്. പിന്നെ തൊഴിൽ മേഖലയ്ക്ക് ഭാരിച്ച കൂലി സംവിധാനം, അതും ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ നമ്മുടെ കൃഷിക്കാർക്ക് ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള മെഷീനറികളും ഇന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൊയ്യാൻ പറ്റുന്ന കൊയ്ത്ത് മെഷീൻ വന്നു. അതുപോലെ കാല് കൂട്ടാന്നതിന് പകരം ട്രാക്ടർ വന്നു. അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ നമ്മുടെ വയലിൽ വന്നതുകൊണ്ട് കൃഷി ഇറക്കാൻ ആരും വേണ്ട, മെഷീനറികൾ തന്നെ ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു നാട്. കുട്ടികൾക്ക് വീട്ടുമുറ്റത്ത് നടാൻ പരിപാലിക്കാനും കഴിയുന്ന കൃഷികൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയതും അനുയോജ്യവുമായ കൃഷികൾ എന്ന് പറഞ്ഞാൽ തക്കാളി, വഴുതിനി, പയർ, വെണ്ട തുടങ്ങിയ കൃഷികൾ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കൃഷി സംവിധാനമാണ്. അതിന് അവർക്ക് സമയം മാത്രമേ അതിനുവേണ്ടി ചിലവഴിക്കണ്ടൂ. അതിനെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ അത് കണി കാണുക എന്നത് തന്നെ സന്തോഷകരമായ ഒരു അനുഭൂതിയായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ വയലിൽ എന്തൊക്കെ മെഷീനറികൾ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ വയലിൽ ആദ്യകാലഘട്ടങ്ങളിൽ കാലുപൂട്ടുന്നതിന് മൂരികൾ ഉപയോഗിച്ചിരുന്നു. അവിടുന്ന് മാറി പിന്നെ ട്രാക്ടർ വന്ന് ടില്ലർ വന്ന ശേഷം ട്രാക്ടർ വന്നു. അങ്ങനെ 3 തരം മെഷീനറികൾ, അതായത് കാലുപൂട്ടാൻ മാത്രമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ട്രാക്ടർ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാരെല്ലാവരും. അതുപോലെ കൊയ്യാൻ, കളപറിക്കാൻ ഇങ്ങനെയുള്ള മെഷീനറികളുണ്ട്. കൊയ്യുന്നതിന് കണ്ടെയ്നർ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന ഒരു മെഷീനറിയാണ്. അത് കൊയ്ത് തൂറ്റി പാറ്റി നമ്മൾ ചാക്കിലേക്ക് തരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പിന്നെ നമ്മുടെ നാടുകളിലെ കൊയ്ത്ത് നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറികൾക്ക് ആവശ്യമായ കീടങ്ങളെ നശിപ്പിക്കുന്ന പല ഉപകരണങ്ങളും നമ്മുടെ നാട്ടിലെത്തി തുടങ്ങിയിട്ടുണ്ട്. ചെങ്ങായി പഞ്ചായത്തിലെ മികച്ച കർഷകനാണ് പ്രദീപേട്ടൻ. പ്രദീപേട്ടൻ്റെ കൃഷി അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. എല്ലാവർക്കും നന്ദി.